റിസീവർ. ML റിസീവർ എന്ന് ഷോർട്ടിൽ പറയും. മാക്സിമം ലൈക്ലിഹുഡ് റിസീവർ അല്ലെങ്കിൽ ML റിസീവർ. സൗണ്ട് കുറവാണെങ്കിൽ പറയണേ. സോ മാക്സിമം ലൈക്ലിഹുഡ് റിസീവറിൽ ആദ്യം തന്നെ നമുക്ക് മാക്സിമം ലൈക്ലിഹുഡ് ഡീകോഡിങ് എന്താന്ന് നോക്കാം. സോ നമ്മളൊരു സോഴ്സ് കൺസിഡർ ചെയ്യാം. ഒരു സോഴ്സ് കൺസിഡർ ചെയ്യുക. സോഴ്സ് ഈസ് പ്രൊഡ്യൂസിങ് മെസ്സേജ് സിമ്പിൾ അല്ലെങ്കിൽ M1 M2 അങ്ങനെ വരെ മെസ്സേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ്. ഈ എല്ലാ മെസ്സേജസും ഈ മെസ്സേജസും ഇക്വിപ്രോബബിൾ ആണ് വിത്ത് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് 1/m. ഇക്വിപ്രോബബിൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒക്കർ ചെയ്യേണ്ട പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ആണ്. സോ മെസ്സേജ് സിഗ്നൽ ഉണ്ടെങ്കിൽ അതിൽ ഈ M1 വരാനുള്ള പ്രോബബിലിറ്റി എന്നാ 1/m ആണ് അല്ലേ. ഇപ്പം 1 to ഒരു ഡൈൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡൈൻ്റെ കേസിൽ എന്താ ഇക്വിപ്രോബബിൾ എന്ന് പറയുന്നുണ്ട്. അപ്പം 2 വരാനുള്ള പ്രോബബിലിറ്റി എന്നാ 2 വരാനുള്ള പ്രോബബിലിറ്റി എന്നാ അതേ എക്സാമ്പിൾ തന്നെ ഇവിടെ. സോ ഈ മെസ്സേജ് സോഴ്സസ് ഈ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെസ്സേജ് സിഗ്നൽസും അല്ലെ സിമ്പിൾസ് M1 M2 എക്സെട്ര അപ് ടു MM ആർ ഇക്വിപ്രോബബിൾ വിത്ത് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് 1/m. ആൻഡ് ലെറ്റ് ദ കറസ്പോണ്ടിങ് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ബി S1 of t, S2 of t, SM of t, each of duration t seconds. സോ നമ്മൾ ഈ M1 കറസ്പോണ്ടിങ് ആയിട്ട് S1 of t ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, M2 കറസ്പോണ്ടിങ് ആയിട്ട് S2 of t, അങ്ങനെ MM SM of t. mth സിഗ്നലിന് സിമ്പിളിന് മെസ്സേജ് സിമ്പിളിന് SM of t. ഈ ഓരോ സിഗ്നലിൻ്റെയും ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ t സെക്കൻഡ്സ് ആണ്. സോ ഫോർ എൻ എഡിറ്റീവ് വൈഡ് ഗോസിയൻ നോയ്സ് ചാനൽ റിസീവ്ഡ് സിഗ്നൽ എന്തായിരിക്കും? നമ്മളിപ്പോൾ മുന്നേ ഈ ഇക്വേഷനൊക്കെ മുന്നേ പഠിച്ചതാണ്. ഫോർ ഒരു എഡിറ്റീവ് വൈഡ് ഗോസിയൻ നോയ്സ് ചാനലിനകത്ത് റിസീവ്ഡ് സിഗ്നൽ X of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SI of t ഉണ്ടാവും. അതിൻ്റെ അപ്പുറം തന്നെ ഒരു W of t ഉണ്ടാവും. അതിൻ്റെ അപ്പുറം W of t. ദിസ് W of t എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സാമ്പിൾ ഫംഗ്ഷൻ ഓഫ് വൈഡ് ഗോസിയൻ നോയ്സ് വിത്ത് ഹിറ്റ് ആസ് എ 0 മീനും ഉണ്ട്. അതിൻ്റെ പവർ സ്പെക്ട്രം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ N0/2 ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ റിസീവറിലേക്ക് എത്തുന്ന X of t. റിസീവറിലേക്ക് എത്തുന്ന X of t. ഇനി നമ്മൾ മുന്നേ ഒരു ടൈപ്പ് ഓഫ് റിസീവർ പഠിച്ചിട്ടുണ്ട്, കോറിലേഷൻ റിസീവർ. സോ കോറിലേഷൻ റിസീവർ എന്താ ചെയ്യുക? ദ റിസീവർ ഒബ്സർവ് ദിസ് X of t ആൻഡ് മേക്ക് എസ്റ്റിമേറ്റ് ഓഫ് ദിസ് സിഗ്നൽ SI of t ഓർ MI of മെസ്സേജ് MI. സോ ബേസിക്കലി കോറിലേഷൻ റിസീവറിൽ 2 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിസീവ് ചെയ്ത സിഗ്നൽ X of t അതിൻ്റെ വെക്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ വെക്റ്റർ ഫോമാണ് ഈ സെക്കൻഡ് പാർട്ടിലേക്ക് കൊടുക്കുന്നത്. റിസീവറിന്റെ സെക്കൻഡ് പാർട്ട് എന്നാണ് അതിന്റെ ഔട്ട്പുട്ടാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? മെസ്സേജ് MI ആയിട്ട് കിട്ടുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. സിഗ്നൽ എസ്സിനെ എടുത്ത് അതിൻ്റെ ഒപ്പം 5/1 of t മൾട്ടിപ്ലൈ ചെയ്ത് ഒരു അക്യുമുലേറ്ററിലൂടെ പാസ് ചെയ്ത് അതിനകത്ത് നമ്മൾ എനർജി മൈനസ് ചെയ്തിട്ട് സെലക്ട് ദ ലാർജസ്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കും MI മെസ്സേജ് വരുന്നത്. അത് കോറിലേഷന്റെ ബ്ലോക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ റിസീവറിലേക്ക് എത്തുന്നത് X of t ആണ്. ആൻഡ് ദിസ് റിസീവർ മേക്ക് എസ്റ്റിമേറ്റ് ഓഫ് ദ സിഗ്നൽ SI of t. SI of tന്റെ എസ്റ്റിമേറ്റ് റിസീവർ ഔട്ട്പുട്ടിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഈ റിസീവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? ഇറ്റ്സ് എ ബാങ്ക് ഓഫ് കോറിലേറ്റേഴ്സ് ആണ്. ഇറ്റ്സ് എ ബാങ്ക് ഓഫ് കോറിലേറ്റേഴ്സ് നമുക്കറിയാം. സോ ദ സെറ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് ദ കോറിലേറ്റർ കൺസിസ്റ്റ് ഓഫ് എ വെക്റ്റർ X അല്ലേ. ഈ കോറിലേറ്ററിന്റെ അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതായിരുന്നു. എന്തായിരുന്നു? നമ്മൾ X of t എന്ന് പറഞ്ഞ സിഗ്നൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് മോഡുലേറ്റർ ഫോളോഡ് ബൈ an integrator which is nothing but correlator. നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് എന്താ വരുന്നത്? നമുക്ക് X1 X2 എക്സെട്ര അപ് ടു Xn ഒരു നമുക്ക് ഈ പറഞ്ഞ വെക്റ്റർ ഫോമിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ദ സെറ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് ദിസ് കോറിലേറ്റർ കൺസ്റ്റിറ്റ്യൂട്ട് ദ വെക്റ്റർ X. ഈ വെക്റ്റർ X എന്ന് പറഞ്ഞാൽ എന്താ? SI plus W. വെക്റ്റർ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XI plus W. സോ ഈ Xനെയാണ് നമ്മൾ ഒബ്സർവേഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ Xന് ഒബ്സർവേഷൻ വെക്റ്റർ എന്നും പറയും, ഈ SIനെ സിഗ്നൽ വെക്റ്റർ എന്നും പറയും. സോ ഈ X of t is equal to SI of t plus W of t ഇപ്പൊ എന്ത് ഫോമിലേക്ക് മാറി? ഇതൊരു വെക്റ്റർ ഫോമിലേക്ക് മാറി, അതായത് X എന്നുള്ള ഫോമിലേക്ക് മാറി. അതിനകത്ത് SI എന്ന് പറഞ്ഞാൽ സിഗ്നൽ വെക്റ്ററും W എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അതേ നോയ്സും ആണ് അല്ലേ. സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മളൊരു യൂക്ലിഡിയൻ റെപ്രസെൻറ്റേഷൻ നോക്കുവാണെങ്കിൽ, അതായത് സിഗ്നലിന്റെ റെപ്രസെൻറ്റേഷൻ ഒരു യൂക്ലിഡിയൻ റെപ്രസെൻറ്റേഷൻ നോക്കണം. ഇത് 5/1, 5/2, 5/3. സോ ഇതാണ് നമ്മുടെ സിഗ്നൽ വെക്റ്റർ. ഇതാണ് നമ്മുടെ സിഗ്നൽ വെക്റ്റർ Xi. ദാറ്റ് ഇസ് സറൗണ്ടഡ് ഇൻ എ നോയ്സ് ക്ലൗഡ്. ഇതിന് ചുറ്റും നോയ്സ് ഉണ്ട്. സോ ഈ സിഗ്നൽ വെക്ടറിന് ഈ നോയ്സ് ക്ലൗഡിന്റെ ഈ ഒരു ഏരിയയിലാണ് മൂവ് ചെയ്യാൻ പറ്റുക. ഈ ഒരു ഡോട്ടഡ് ആയി കാണിച്ചിരിക്കുന്ന ഏരിയയിലാണ് ഈ സിഗ്നൽ വെക്ടർ മൂവ് ചെയ്യുക. സോ ദിസ് ഈസ് ദ ഫിഗർ വിച്ച് ഈസ് ഇല്ലുസ്ട്രേറ്റിംഗ് ദ എഫക്ട് ഓഫ് നോയ്സ് പെർട്ടർബേഷൻ. സോ ഇതാണ് നമ്മൾ ബേസിക്കലി നമ്മളെ ഫോർമുല എന്താ?
എക്സ് ഐ ഈ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് റിസീവ്ഡ് സിഗ്നൽ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എസ് ഐ ഓഫ് ടി പ്ലസ് ഡബ്ല്യു ഓഫ് ടി, ഒരു നോയ്സും കൂടി ആഡ് ഓൺ ആകുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ സിഗ്നൽ എസ് ഐ ഓഫ് ടി. ഇത് സിഗ്നൽ എസ് ഐ ഓഫ് ടി. ഇത് ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ മെസ്സേജ് പോയിന്റ്. ഇതാണ് നമ്മുടെ മെസ്സേജ് പോയിന്റ്. സോ ഈ മെസ്സേജ് പോയിന്റ് ഈ പോയിന്റിൽ നിന്ന് നോയ്സ് വെക്ടറും കൂടി ആഡ് ഓൺ ആയതുകൊണ്ട് വേറൊരു പോയിന്റിലേക്ക് മാറുന്നുണ്ട്. അതാണ് റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് എന്നുള്ളത്. സോ നമ്മൾ ഒബ്സർവേഷൻ വെക്ടർ എവിടെയുണ്ടല്ലേ? ഇതാണ് നമ്മുടെ സിഗ്നൽ വെക്ടർ. പക്ഷെ നമ്മൾ ഒബ്സർവേറ്റർ വെക്ടറിന്റെ പേര് എന്തുണ്ട്? സിഗ്നൽ വെക്ടറിന്റെ പേര് ഒരു നോയ്സ് കോമ്പോണന്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ബേസിക്കലി ഇതാണ് നമ്മുടെ സിഗ്നൽ വെക്ടർ. അതായത് നമ്മൾ അയച്ച സിഗ്നൽ എസ് ഐ. അതിന്റെ അപ്പുറം ഇതാണ് അതിന്റെ മെസ്സേജ് പോയിന്റ്. അതിന്റെ പേര് എന്തും കൂടി ആഡ് ഓൺ ആകുന്നുണ്ട്, ഒരു നോയ്സ് കോമ്പോണന്റ് ഡബ്ല്യൂയും കൂടി ആഡ് ഓൺ ആകുന്നുണ്ട് അല്ലേ? അതെന്താണ്? എസ് ഐ പ്ലസ് ഡബ്ല്യു എന്താണ്? ഒബ്സർവേഷൻ വെക്ടർ എക്സ്. സോ അത് നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്തേ ഉള്ളൂ. എക്സ് വൈ ആക്സിസിൽ 5 1 5 2 5 3 ആക്സിസിൽ ഒരു യൂക്ലീഡിയൻ ഫോമിൽ പ്ലോട്ട് ചെയ്തേ ഉള്ളൂ. സോ സിഗ്നൽ വെക്ടറിന്റെ അപ്പുറം നോയ്സും കൂടി ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ നോയ്സ് ക്ലൗഡിന്റെ അകത്ത് ഇതിന്റെ ഷിഫ്റ്റ് ചെയ്യും, ഇതിന്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സോ സിഗ്നൽ, ഈ ഒരു സിഗ്നലിന്റെ ഡിറ്റക്ഷൻ, നമ്മളിപ്പോൾ ഇങ്ങനെ സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ടു ഡിറ്റർമൈൻ മോസ്റ്റ് ലൈക്ലി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എസ് ഐ ഓഫ് ടി, അതായത് ഓർ സിമ്പിൾ എം ഐ സച്ച് ദാറ്റ് ആവറേജ് പ്രോബിലിറ്റി ഓഫ് സിമ്പിൾ എറർ മിനിമൈസ്ഡ്. നമ്മളിപ്പോൾ സിഗ്നൽ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് ലൈക്ലി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എസ് ഐ ഓഫ് ടി ഓർ സിമ്പിൾ എസ് എം ഐ ആണ് സച്ച് ദാറ്റ് ആവറേജ് പ്രോബിലിറ്റി സിമ്പിൾ എറർ മിനിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഡിറ്റക്ഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സിമ്പിൾ എറർ മിനിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഡിറ്റക്ഷൻ, ആവറേജ് പ്രോബിലിറ്റി ഓഫ് സിമ്പിൾ എറർ മിനിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള മോസ്റ്റ് ലൈക്ലി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എസ് ഐ ഓഫ് ടി അല്ലെങ്കിൽ എം ഐ ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് എക്സ് ബി ദ ഒബ്സർവേഷൻ വെക്ടർ. ഒബ്സർവേഷൻ വെക്ടർ നമ്മൾ എന്താ പറയുക? റിസീവ്ഡ് വെക്ടർ എന്നും കൂടി പറയും അല്ലേ? എക്സ് ഓഫ് ടി ആണ് സിഗ്നൽ. അതിനെ എക്സിലേക്ക് മാറ്റിയതിന് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നത്, എം ക്യാപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റ് എക്സ് ബി ദ ഒബ്സർവേഷൻ വെക്ടർ അല്ലെങ്കിൽ റിസീവ്ഡ് വെക്ടർ എന്ന് പറയാം. ആൻഡ് എം ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എസ്റ്റിമേറ്റ് ഓഫ് ട്രാൻസ്മിറ്റഡ് സിമ്പിൾ എം ഐ. നമ്മൾ എം ഐ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ എം ഐ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് എക്സ് ഓഫ് ടി ആയി മാറി. ആ എക്സ് ഓഫ് ടീനെ റിസീവറിൽ വെക്ടർ എക്സിലേക്ക് മാറ്റി ആ വെക്ടർ എക്സിനെ നമ്മൾ തിരിച്ചിട്ട് എം ക്യാപ്പ് എസ്റ്റിമേറ്റ്, അതായത് ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ എം ഐൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ കണ്ടുപിടിക്കും. സോ ലെറ്റ് എം ക്യാപ് ബി ഈക്വൽ ടു എം ഐ. ലെറ്റ് എം ക്യാപ് ഈക്വൽ ടു എം ഐ എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ then the average probability of correct decision കിട്ടാനുള്ള ആവറേജ് പ്രോബബിലിറ്റി ആണ് പി സി. അതായത് ഇപ്പം എം ക്യാപ്പ് നമ്മൾ ഈക്വൽ ടു എം ഐ നമ്മൾ പറയുന്നു, അതായത് നമ്മൾ റിസീവ് ചെയ്തത് ട്രാൻസ്മിറ്റ് ചെയ്തതാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആവറേജ് പ്രോബബിലിറ്റി ഓഫ് കറക്റ്റ് ഡിസിഷൻ ഇസ് ഗിവൺ ബൈ പി സി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എം ഐ സെൻറ്റ് ഗിവൺ എക്സ് റിസീവ്ഡ്. എം ഐ എക്സ് റിസീവ് ചെയ്തിട്ടുണ്ട്, അല്ല എം ഐ ആണ് സെൻഡ് ചെയ്തത്, അപ്പോൾ അത് കറക്റ്റ് ഡിസിഷൻ. അങ്ങനെയാണെങ്കിൽ ദ ആവറേജ് പ്രോബിലിറ്റി സിമ്പിൾ എറർ ഈസ് ഗിവൺ. സിമ്പിൾ എറർ എന്താ? പി, വിച്ച് ഇസ് എറർ ആണ്. സോ അത് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? എക്സ് റിസീവ് ചെയ്തിട്ടുണ്ട് പക്ഷെ എം ഐ അല്ല അയച്ചത്. എക്സ് റിസീവ് ചെയ്തിട്ടുണ്ട് പക്ഷെ എം ഐ അല്ല അയച്ചത്, അതാണ് റോങ് ഡിസിഷൻ. ഇനിയിപ്പോൾ എക്സ് റിസീവ് ചെയ്തിട്ടുണ്ട് എം ഐ ആയി അയച്ചതെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ഡിസിഷൻ എന്ന് പറയാം. അതായത് ഇപ്പം എം ക്യാപ് ഈക്വൽ ടു എം ഐ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ എടുക്കുക. ലെറ്റ് അസ്യൂം ദാറ്റ് എം ക്യാപ് ഈക്വൽ ടു എം ഐ. ഇപ്പം നമ്മൾ എക്സ് റിസീവ് ചെയ്തു, എം ഐ ആണ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ കറക്റ്റ് ഡിസിഷൻ, ദാറ്റ് ഇസ് പി സി. ഇൻ ആവറേജ് പ്രോബിലിറ്റി ഓഫ് സിമ്പിൾ എറർ ഇസ് ഗിവൺ ആസ് വെൻ എക്സ് ഈസ് റിസീവ്ഡ് ബട്ട് നമ്മൾ അയച്ചത് എം ഐ അല്ല, നമ്മൾ സെൻഡ് ചെയ്തത് എം ഐ അല്ലെങ്കിൽ അത് സിമ്പിൾ എററായി അവിടെ ക്രിയേറ്റ് ചെയ്യും റിസീവറിൽ. സോ അതിന് നമുക്ക് ദർഫോർ പി നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് സിമ്പിൾ എറർ പി ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എം ഐ സെൻഡ് ഗിവൺ എക്സ് റിസീവ്ഡ് അല്ലേ? കറക്റ്റ് നമുക്ക് 1ന്റെ അകത്തുനിന്ന് കറക്റ്റ് ഡിസിഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് ഈ പറഞ്ഞ പി റോങ് ഡിസിഷൻ അല്ലെങ്കിൽ സിമ്പിൾ എറർ കിട്ടുന്നത്. സോ എം ഐ സെൻഡ് ഗിവൺ എക്സ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നത്തിങ് ബട്ട് പി സി. സോ പി ഈസ് ഈക്വൽ ടു 1/1 മൈനസ് പി സി. ആൻഡ് ദ ഡിസിഷൻ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ഡിസിഷൻ റൂൾ ഈസ് സച്ച് ദാറ്റ് പി ഈസ് ടു ബി മിനിമൈസ്ഡ്. നമ്മൾ ഇവിടെ ഈ എം റിസീവറിൽ എടുക്കേണ്ട ഡിസിഷൻ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രോബബിലിറ്റി ഓഫ് സിമ്പിൾ എറർ മിനിമൈസ് ആയിരിക്കണം. അത് സിമ്പിൾ എറർ വരാനേ പാടില്ല, അത് ഏറ്റവും മിനിമം ആയിരിക്കണം. സോ ദ ഡിസിഷൻ റൂൾ ഈസ് സച്ച് ദാറ്റ് പി ഇ ഈസ് ടു ബി മിനിമൈസ്ഡ്. ദസ് ടു മിനിമൈസ് പി, നമുക്ക് ഈ പറഞ്ഞ പി മിനിമൈസ് ചെയ്യേണ്ടിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഇക്വേഷനിലത് ഇതാണ് പി. പി ഈസ് ഈക്വൽ ടു 1 മൈനസ് പി സി. പി എപ്പോഴാണ് കുറയുക?
പി എപ്പോഴാണ് കുറയാ? ഓക്കെ, ഇതാണ് നമ്മളെ പിന്റെ ഇക്വേഷൻ. പി ഈക്വൽ ടു 1 മൈനസ് പി സി. സോ ഇൻ ഓർഡർ ടു മിനിമൈസ് പി സി, അതായത് വി ഹാവ് ടു മാക്സിമൈസ് ദിസ് പി സി. പി ഇ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ പി സി മാക്സിമൈസ് ചെയ്യണം. പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഡിസിഷൻ സെൻഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. സോ ഇൻ ഓർഡർ ദ ഡിസിഷൻ റൂൾ ഈസ് സച്ച് ദാറ്റ് പി ഇ ഈസ് ടു ബി മിനിമൈസ്, thus to maximize PE, that is minimize P of Mi not sent given X received or maximize P of Mi sent given X received. So ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് ഈ പി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പി സി മാക്സിമൈസ് ചെയ്യണം. പി സി മാക്സിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പി ഇ മിനിമൈസ് ചെയ്യണം. പി ഇ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സിമ്പിൾ എറർ കുറയും, അല്ലെങ്കിൽ പി സി മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എറർ കുറയും. അപ്പം the optimum decision rule states that the estimate of the received symbol m cap equal to mi, the estimate of received symbol m cap equal to mi if p of mi sent x received is greater than p of mk sent x received. അതായത് നമ്മളിപ്പം പി സി എന്ന് പറയുന്നത്, അതായത് പി ഓഫ് എം ഐ സെന്റ് ഗിവൺ എക്സ് റിസീവ്ഡ് ഗ്രേറ്റർ ദാൻ പി ഓഫ് എം കെ സെന്റ് എക്സ് റിസീവ്ഡ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദിസ് ഈസ് ദ ഒപ്റ്റിമം ഡിസിഷൻ റൂൾ. ഈ ഒരു റൂളിനെയാണ് നമ്മൾ മാക്സിമം അപ്പോസ്റ്റീരിയോ പ്രോബിലിറ്റി റൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാപ്പ് റൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എം ഐ എന്ന് പറഞ്ഞ സിമ്പിൾ സെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ സിമ്പിളാണ് വേറെ ഏത് എം കെ ഈക്വൽ ടു 1 to ഏത് സിമ്പിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും വേർ കെ നോട്ട് ഈക്വൽ ടു ഐ, അതായത് ഇപ്പൊ 1 2 3 എക്സെട്ര അപ് ടു എം സിമ്പിൾസ് ഉണ്ട്, അതിൽ ഐ എന്ന് പറഞ്ഞ സിമ്പിൾ നമ്മൾ സെൻഡ് ചെയ്യുന്നത്, അതിനാണ് മാക്സിമം പ്രോബിലിറ്റി ഉള്ളത്. വേറെ ഏത് സിമ്പിളിനെ കാട്ടിയും, ലൈക്ക് കെ ക്യാൻ ബി 1 2 എക്സെട്ര അപ് ടു എം, ബട്ട് കെ നോട്ട് ഈക്വൽ ടു ഐ, കെ നോട്ട് ഈക്വൽ ടു ഐ. സോ ആ ഒരു കേസിൽ ആണ് നമ്മൾ പറയാം മാക്സിമം അപ്പോസ്റ്റീരിയോ പ്രോബിലിറ്റി മാപ്പ് റൂൾ എന്ന് പറയും. It is P of Mi sent given X received greater than P of Mk sent X received. So അതിനാണ് മാപ്പ് റൂൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഇറ്റ് ഇസ് ഗിവൺ ബൈ എഫ് എക്സ് ഓഫ് എക്സ് ഗിവൺ എം ഐ. നേരെ തലതിരിഞ്ഞില്ലേ, നോക്കിയേ, നമ്മളിവിടെ ഇത്ര നേരം എക്സ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എം ഐ സെൻഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് നോക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചിട്ടാണ്, എം ഐ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. അത് ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ലൈക്ലിഹുഡ് ഫംഗ്ഷനും അതേപോലെ തന്നെ ഈ അപ്പോസ്റ്റീരിയോ പ്രോബിലിറ്റിയും, അല്ലെങ്കിൽ ലൈക്ലിഹുഡ് പ്രോബിലിറ്റിയും അപ്പോസ്റ്റീരിയോ പ്രോബിലിറ്റിയും നമ്മൾ ഡിഫറൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എക്സ് ഓഫ് എക്സ് ഗിവൺ എം ഐ ഈസ് ദ കണ്ടീഷണൽ പ്രോബിലിറ്റി. ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷണൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് ഓഫ് ദ റിസീവ്ഡ് വെക്ടർ എക്സ് given that mi was transmitted. So mi ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എക്സ് റിസീവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി, അതൊരു കണ്ടീഷണൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. സോ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ്റെ ഇതാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, ഈ എഫ് എക്സ് ഓഫ് എക്സ് ഗിവൺ എം ഐ. So the decision rule is to choose the estimate m cap equal to mi if fx of ഈ conditional probability is maximum for k equal to i. നമ്മളെ ഡിസിഷൻ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ we have to choose this estimate m cap equal to mi. m cap equal to mi എന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചൂസ് ചെയ്യുന്നത് if conditional probability is maximum എന്നാണ്. അതായത് അതിൻ്റെ നാച്ചുറൽ ലോഗ് എടുത്തു കഴിഞ്ഞാൽ in log fx of x given mk is maximum for k equal to i. ഈ ഒരു ഡിസിഷൻ റൂളിനെയാണ്, അതായത് ഈ എഫ് എക്സ് ഓഫ് എക്സ് ഗിവൺ എം ഐ ഇസ് മാക്സിമം, ഈ ഒരു ഡിസിഷൻ റൂളിനെയാണ് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് റൂൾ എന്ന് പറയുന്നത്, എം എൽ റൂൾ എന്ന് പറയുന്നത്. അതായത് ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഫ് എക്സ് ഓഫ് എക്സ് ഗിവൺ എം ഐ ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ്. സോ ഈ ഒരു റൂളിനെയാണ്, അതായത് എഫ് എക്സ് ഓഫ് എക്സ് ഗിവൺ എം കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മാക്സിമം ഫോർ കെ ഈക്വൽ ടു ഐ, അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ലോഗ് എടുത്തതിന് ഇറ്റ്സ് മാക്സിമം ഫോർ കെ ഈക്വൽ ടു ഐ. ഈ ഒരു റൂളിനെയാണ് മാക്സിമം ലൈക്ലിഹുഡ് റൂൾ അല്ലെങ്കിൽ എം എൽ റൂൾ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് റിസീവർ സ്ട്രക്ചറിനെയാണ് മാക്സിമം ലൈക്ലിഹുഡ് റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കണ്ടീഷനിൽ ഈ ഒരു പാർട്ട് വരെ നമ്മൾ മാപ്പിനെ പറ്റി പറഞ്ഞു. അതിന് താഴെ നമ്മൾ എം എല്ലിൻ്റെ റൂളിനെ പറ്റി പറഞ്ഞു. ഈ കറസ്പോണ്ടിങ് ഈ എം എൽ റൂൾ ഫോളോ ചെയ്യുന്ന സ്ട്രക്ചർ, റിസീവർ സ്ട്രക്ചറിനെയാണ് മാക്സിമം ലൈക്ലിഹുഡ് റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഒരു എഡിറ്റീവ് ബൈറ്റ് ഗോസിൻ നോയ്സ് ചാനലിനകത്ത് ഈ മാക്സിമം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് വരുന്നത് നമുക്കറിയാം എഫ്, ഇത് ഇക്വേഷനാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ആ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് കുറച്ച് ടഫായിട്ട് തോന്നിയാണ്. സോ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താ, എഫ് എക്സ് ഓഫ് എക്സ് ഗിവൺ എം കെ എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു പൈ n0 the whole raised to minus n by 2 exponent of minus 1 by n0 summation j equal to 1 to n sj minus skj the whole square ആണ്.
ഇതാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റിന്റെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ്. അതായത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഫോർ എവിറ്റി വൈഡ് ഗോസ് ഇൻ നോയ്സ് ചാനൽ ഇസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. So the corresponding value of the metric is natural logarithm of likelihood function. So ഇതിന്റെ natural logarithm എടുത്തു കഴിഞ്ഞാൽ നമ്മൾ in log എടുത്തു കഴിഞ്ഞാൽ വരുന്ന values ഇങ്ങനെയാണ്. in log of fx of x given mk is equal to minus n by 2 in log of pi n0 minus 1 by n0 summation j equal to 1 to n xj minus xkj the whole square where k equal to 1 to n. So ഈ ലോഗ് ലൈക്ലിഹുഡ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താ വേണ്ടേ, മാക്സിമം ആയിരിക്കണം അല്ലേ. നമ്മൾ ഡിസിഷൻ റൂൾ എന്താ, ഈ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഷുഡ് ബി മാക്സിമം ഫോർ കെ നോട്ട് കെ ഈക്വൽ ടു ഐ അല്ലേ. നേരത്തെ കണ്ടീഷൻ അങ്ങനെയല്ലേ, നമ്മളിപ്പോൾ എഴുതിയ കണ്ടീഷൻ എന്താ, ഈ കണ്ടീഷൻ, അതായത് ഈ കണ്ടീഷൻ എന്താ, ഇത് മാക്സിമം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ചൂസ് ദ എസ്റ്റിമേറ്റ് എം ക്യാപ് ഈക്വൽ ടു എം ഐ. നമ്മൾ കിട്ടിയ എം ക്യാപ്പ് എം ഐ ആണ് ചൂസ് ചെയ്യണമെങ്കിൽ ഇത് ഈ ഒരു ഫംഗ്ഷൻ മാക്സിമൈസ് ആയിരിക്കണം, മാക്സിമം ഫംഗ്ഷൻ ആയിരിക്കണം. സോ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. സോ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. സോ നമ്മൾ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷന് ഇതിൻ്റെ ലോഗ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഇസ് മാക്സിമം. അതായത് ഈ ഫംഗ്ഷൻ മാക്സിമൈസ് ആവണമെങ്കിൽ, the log likelihood function is maximum and the RHS of the equation is maximum. അല്ലേ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇക്വേഷൻ മാക്സിമം ആകുമ്പോഴാണ് ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമം ആണ്. സോ ഫസ്റ്റ് ടേം ഇൻ RHS ഇസ് എ കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ RHSൽ കോൺസ്റ്റന്റ് ആണ്. സോ ഫോർ ദ മാക്സിമം വാല്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സമ്മേഷൻ ഷുഡ് ബി മിനിമം. സോ ഫോർ ദ മാക്സിമം വാല്യൂ ദ മാഗ്നിറ്റ്യൂഡ് അതായത് ഇതിന് മാക്സിമം കിട്ടണമെങ്കിൽ ഇത് കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പം ഈ വാല്യൂ എന്തായിരിക്കണം, ഈ വാല്യൂ മാക്സിമം ആണെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കണം, മിനിമം ആണ് അല്ലേ. ഇതൊരു കോൺസ്റ്റന്റ് ടേം ആണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആകെ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന എന്താ, ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. സോ ഈ വാല്യൂ മിനിമം ആയിരിക്കണം. സോ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ് ഈ LHSൽ കാണിച്ചിരിക്കുന്നത്. സോ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഈസ് മാക്സിമം ആൻഡ് RHS ഓഫ് ദി ഇക്വേഷൻ മാക്സിമം ആകുമ്പോഴാണ് ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമം ആകുന്നത്. ഫസ്റ്റ് ടേം, അതായത് ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. So for the maximum value of this log likelihood function, magnitude of summation should be minimum. ഈ summation term minimum ആണ് അല്ലേ. അതിനടുത്ത് 1/n0 ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. സോ നമുക്കതിനെ ഒഴിവാക്കാം. then the decision rule is given by, അപ്പം നമുക്ക് ഡിസിഷൻ റൂൾ എങ്ങനെ മാറ്റി എഴുതാം, ഇത് മാക്സിമം ആണെങ്കിൽ, അതായത് ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമം ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എം ക്യാപ് ഈക്വൽ ടു എം ഐ ചൂസ് ചെയ്യാൻ നമ്മൾ നേരത്തെ എഴുതിയത്. സോ ഇത് മാക്സിമം ആണെങ്കിൽ എന്ത് മാക്സിമം ആവണം, ഈ പാർട്ട് മിനിമം ആവണം. സോ നമുക്ക് ഇനിയിപ്പം ഈ പറഞ്ഞ ഡിസിഷൻ റൂൾ എങ്ങനെ മാറ്റി ചെയ്യാം, എം ക്യാപ് ഈക്വൽ ടു എം ഐ ഈസ് ദ സമ്മേഷൻ എക്സ് ജെ മൈനസ് എക്സ് കെ ജെ ദ ഹോൾ സ്ക്വയർ ഈസ് മിനിമം ഫോർ കെ ഈക്വൽ ടു ഐ. നമ്മൾ നേരത്തെ ML ഡിസിഷൻ റൂൾ എഴുതിയതിനകത്ത് മാറ്റി എഴുതി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n എക്സ് ജെ മൈനസ് എക്സ് കെ ജെ ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, നോർമിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് എഴുതാം. ദാറ്റ് ഈസ് നോം ഓഫ് എക്സ് മൈനസ് എക്സ് കെ ദ ഹോൾ സ്ക്വയർ, ജെ ടേംസ് ഒഴിവാക്കിയിട്ട് എക്സ് മൈനസ് എക്സ് കെ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതി, നോം സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇസ് എ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ്. ഈ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ആണ്. ഇതൊരു യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ ദിസ് ഇസ് എ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് എക്സ് ആൻഡ് ദ സിഗ്നൽ പോയിന്റ് എക്സ് കെ. ഈ എക്സ് എന്ന് പറയുന്നത് എന്താ, ഒബ്സർവേഷൻ വെക്ടറാണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ വെക്ടറാണ്, അല്ലെങ്കിൽ റിസീവ്ഡ് വെക്ടറാണ്. സോ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി എക്സ് മൈനസ് എസ് കെ എന്ന് പറയുന്നത് ഒരു യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടായിട്ടില്ലേ, ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ 5 1 5 2 5 3 എന്ന് പറഞ്ഞിട്ട് വരച്ചപ്പം എസ്സും അതേപോലെ എക്സും ഇതും, ഈ എക്സിൻ്റെ അകത്തുനിന്ന് ഇത് മൈനസ് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. This is a Euclidean distance between received signal point x and the signal point xk, അല്ലെങ്കിൽ മെസ്സേജ് പോയിന്റ് xk. അതായത് ഇത് നമ്മളെ റിസീവ്ഡ് സിഗ്നൽ വെക്ടർ എക്സ്, ഇത് നമ്മളെ സിഗ്നൽ പോയിന്റ് എക്സ് കെ. സോ ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ഈ എക്സ് മൈനസ് എസ് കെ ദ ഹോൾ സ്ക്വയർ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഇസ് എ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ received signal point x and the signal point xk. So the maximum likelihood decision rule is simply to choose the message point closest to the received signal point. So
ഈ മാക്സിമം സിഗ്നൽ അല്ലെങ്കിൽ മാക്സിമം ലൈക്ലിഹുഡ് ഡിസിഷൻ റൂൾ അപ്പം ബേസിക്കലി എന്താ പറയുന്നത്? ഈ ഡിസ്റ്റൻസ് കുറവായിരിക്കണം അല്ലേ? ഇതല്ല നമ്മളിപ്പം ഡിഫൈൻ ചെയ്തത്. നമ്മൾ ഈ അതായത് ഒന്നില്ലെങ്കിൽ ഇൻലോഗ് കൂടണം, ഇൻലോഗ് കൂടണമെങ്കിൽ ഈ സാധനം കുറയണം. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്. ഈ രണ്ട് സിഗ്നൽ, അതായത് ഒബ്സർവേഷൻ വെക്ടറും നമ്മൾ ഒറിജിനൽ സിഗ്നൽ പോയിന്റിൻ്റെയും ഡിഫറൻസ് ആണ്. സോ ഇത് രണ്ട് മിനിമം ആക്കണം എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? ഈ ഒബ്സർവേഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഇറ്റ് ഷുഡ് ലൈക്ക് ക്ലോസ് ടു ദ സിഗ്നൽ വെക്ടർ അല്ലേ? അതായത് ഡിസ്റ്റൻസ് കുറയാണ്. ഡിസ്റ്റൻസ് കുറയുന്ന പറയുമ്പോൾ ഇത് രണ്ടും ക്ലോസ് ആയിട്ട് ലൈ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. So the maximum likelihood decision rule is simply to choose a message point closest to the received signal point. അതായത് മെസ്സേജ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ക്ലോസ് ടു ദ സിഗ്നൽ പോയിന്റ്, received signal point. അതായത് എസ് കെ ഷുഡ് ബി വെരി ക്ലോസ് ടു ദിസ് ഒബ്സർവേഷൻ വെക്ടർ ആറിന്, അല്ലെങ്കിൽ ഒബ്സർവേഷൻ പോയിന്റിനെ കൂടെ ക്ലോസ് ആയിട്ട് ലൈ ചെയ്യണം ദിസ് എസ് കെ എന്നുള്ളത്, സിഗ്നൽ പോയിന്റ് എന്നുള്ളത്. സോ നമ്മളിപ്പോൾ ഈ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. അതായത് നേരത്തെ ഇക്വേഷനിൽ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്താം? അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോമിൽ എഴുതുവാണെങ്കിൽ എ സ്ക്വയർ, അതായത് എക്സ് ജെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ജെ എസ് കെ ജെ പ്ലസ് എസ് കെ ജെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ ഈ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് കെ ആണ്. കെ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻഡിപെൻഡന്റ് ആണ്. സോ അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഇതാ, സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ഇന്നർ പ്രൊഡക്റ്റ് അല്ലേ? ഇന്നർ പ്രൊഡക്റ്റിന്റെ ടേംസിലല്ലേ ഉള്ളത്? നോക്കിക്കേ, എസ് ജെ xj into xkj. So second term is the inner product of observation vector. Observation vector xj into signal vector xk into inner product ആണ് ഈ സെക്കൻഡ് ടേം. the third term എന്ന് പറഞ്ഞാൽ എനർജി ആണ്. xkj സ്ക്വയർ എന്ന് പറയുന്നത് എനർജി സിഗ്നൽ ആണ്. സോ the third term is the energy of transmitted signal. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ആണ്. സോ ടേം ഓൺ ദ റൈറ്റ് ഹാൻഡ് ഷുഡ് ബി മിനിമം. ഇത് നമുക്ക് മിനിമം ആക്കണം അല്ലേ? ഇത് മിനിമം ആക്കണം. സോ ഇഫ് യു ചേഞ്ച് ദ പൊളാരിറ്റി, തേർഡ് ടേം എന്ന് പറഞ്ഞാൽ അതായത് ഇത് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ആണ് ബിറ്റ്വീൻ ദോസ് ഒബ്സർവേഷൻ വെക്ടറും അതുപോലെ തന്നെ സിഗ്നൽ വെക്ടറും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ആണ് സെക്കൻഡ് ടേം. ഫസ്റ്റ് ടേമിൽ കെ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് അത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ഈ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എനർജി ടേം ആണ്. സോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ മിനിമം ആക്കണം. The term on the right hand side should be minimum എന്നാണ്. സോ നമ്മൾ ഈ ഹോൾ ടേമിൻ്റെ പൊളാരിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതാണ്. അതായത് ഇഫ് യു ചേഞ്ച് ദ പൊളാരിറ്റി ഓൺ ആർ എച്ച് എസ്, ആർ എച്ച് എസിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നത് എന്താ വരിക? അതായത് ഉദ്ദേശിക്കുന്നത് പ്ലസ് ഉള്ളെടുക്കുക മൈനസ് ആക്കണം, മൈനസ് ഉള്ളെടുക്കുക പ്ലസ് ആക്കണം. സോ ആർ എച്ച് എസിന്റെ പൊളാരിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യുക. സോ ഇഫ് യു ചേഞ്ച് ദ പൊളാരിറ്റി ഓഫ് ഓൺ ആർ എച്ച് എസ്, ആർ എച്ച് എസിന്റെ പൊളാരിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യുക, ദെൻ ദ കണ്ടീഷൻ എന്താ? ടോട്ടലി റിവേഴ്സ്ഡ് ആയി അല്ലേ? ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി മാക്സിമം. അതായത് നമ്മൾ ആർ എച്ച് എസിന്റെ പൊളാരിറ്റി ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഷുഡ് ബി മാക്സിമം. സോ ദ ഡിസിഷൻ റൂൾസ് നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും? അതായത് ഇത്ര നേരം നമ്മൾ പറഞ്ഞു ഇത് മിനിമം ആണെന്ന് പറഞ്ഞു, പക്ഷെ ഇതിന്റെ പൊളാരിറ്റി ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, ഇതിനിപ്പോൾ ഒരു മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആയി മാറി, ഇവിടെ മൈനസും വന്നു. സോ ഇതിന്റെ പൊളാരിറ്റി ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ പറയും ഇത് മാക്സിമം ആവണം എന്ന് പറയും. ഇത്ര നേരം നമ്മൾ ഇത് ഈ ഒരു ടേം, അതായത് ഈ എസ് ജെ മൈനസ് എസ് കെ ജെ ടേം എന്ന് പറയുന്നത് മിനിമം ആവണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ പൊളാരിറ്റി ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും ഈ എക്സ് ജെ മൈനസ് എസ് കെ ജെ എന്ന് പറഞ്ഞാൽ മാക്സിമം ആവണം. സോ നമുക്ക് അങ്ങനെ പൊളാരിറ്റി മാറ്റിയിട്ടുള്ള ഡിസിഷൻ റൂൾ ഒന്ന് എഴുതാം. അതിനാണ് മോഡിഫൈഡ് ഡിസിഷൻ റൂൾ എന്ന് പറയും. സോ ദ മോഡിഫൈഡ് ഡിസിഷൻ റൂൾ ഓർ ദ ഡിസിഷൻ റൂൾ ഇസ് മോഡിഫൈഡ് ആസ് ചൂസ് എം ക്യാപ് ഇക്വൽ ടു എം ഐ. എം ക്യാപ് എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റ് എം ഐ ആണ് നമ്മൾ ചൂസ് ചെയ്യുക ഇഫ് ദിസ് ഈസ് മാക്സിമം. ദിസ് എന്ന് പറഞ്ഞാൽ ഇതന്നെ എസ് ജെ ഈ 2 പോവും, അതായത് നമ്മളിപ്പോൾ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണെങ്കിൽ 1/2 വരും. സോ എക്സ് ജെ മൈനസ് എക്സ് ജെ ഇൻറ്റു എക്സ് കെ ജെ, എസ് ജെ ഇൻറ്റു എക്സ് കെ ജെ മൈനസ് ഹാഫ് 2 ഇ കെ ഈസ് മാക്സിമം അല്ലേ? ഹാഫ് ഇ കെ ഈസ് മാക്സിമം എന്ന് പറയാം. അതായത് ഈ ഒരു ഇക്വേഷൻ്റെ പൊളാരിറ്റി നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണ്. പൊളാരിറ്റി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം മൈനസ് എസ് ജെ മൈനസ് എസ് കെ ജെ ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ ഇത് മാക്സിമം ആയാൽ മാത്രം നമുക്ക് ഡിസിഷൻ റൂൾ പറയാം. ഇത്ര നേരമുള്ളവർ ഇത് മിനിമം ആണെന്ന് പറഞ്ഞു, കാരണം ഇവിടെ പൊളാരിറ്റി പ്ലസ് ആയിരുന്നു. ഇത് നമ്മൾ പൊളാരിറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ പറയും ഇത് മാക്സിമം ആവണം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ചൂസ് എം കെ ഇക്വൽ ടു എം ഐ എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്യാം. സോ ദ ഡിസിഷൻ റൂൾ ഇസ് മോഡിഫൈഡ്. നമ്മളിപ്പം ഇതിനെ പൊളാരിറ്റി ജസ്റ്റ് ഒന്ന് മാറ്റി റിവേഴ്സ് ചെയ്ത് പൊളാരിറ്റി എങ്കിൽ നമ്മളിത് പറയും ഇത് മാക്സിമം ആവണം എന്ന് പറയും. ഇതെപ്പോഴാണ് മാക്സിമം ആവുക? അതായത് നമ്മളിപ്പം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ നേരത്തെ ഇക്വേഷൻ്റെ അകത്ത് ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും. പിന്നെ ഈ 2നെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡിവൈഡ് ബൈ 2 ചെയ്ത് 1/2 1/2. സോ summation this can be chosen, that is m cap equal to mi can be chosen if this summation j equal to 1 to n sj skj minus half ek is maximum. So
The EK is the energy of transmitted signal. EK എന്ന് പറഞ്ഞാൽ എന്താ എനർജി ഓഫ് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. സോ ഈ റിസീവർ നിങ്ങൾ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? കോറിലേഷൻ റിസീവറിനെ നമ്മൾ എന്തായിരുന്നു വരച്ചിട്ടുണ്ടായത്? കോറിലേഷൻ റിസീവറിനായിട്ട് ഓർമ്മയുണ്ടോ? കോറിലേഷൻ റിസീവർ ഉണ്ടോ? കോറിലേഷൻ റിസീവർ വരച്ചിട്ടുണ്ടോ നിങ്ങൾ? വരച്ചിട്ടുണ്ടോ? അനുശ്രീ കോറിലേഷൻ റിസീവർ വരച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ വരക്കാൻ? സോ കോറിലേഷൻ റിസീവർ മൊത്തം അപ്ലൈ ആണെങ്കിൽ കോറിലേഷൻ റിസീവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ML റിസീവർ തന്നെയാണ്. മാക്സിമം ലൈക്ലിഹുഡ് റിസീവർ തന്നെയാണ് ഈ കോറിലേഷൻ റിസീവർ എന്ന് പറയുന്നത്. സോ അത് നോക്കുവാണെങ്കിൽ നമ്മൾ റിസീവ്ഡ് സിഗ്നൽ വെക്ടർ എന്താ? എക്സ് ഓഫ് ടി ആണ്. എക്സ് ഓഫ് ടിനെ എന്തിലേക്ക് മാറ്റണം? ഒരു വെക്റ്റർ ഫോമിലേക്ക് മാറ്റണം. സോ അത് നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് ഓഫ് കോറിലേറ്റഡിലൂടെ പാസ് ചെയ്യും. I1 of t, I2 അതായത് തുടങ്ങുന്നതിലേക്ക് ഇന്റഗ്രേറ്റ് I2 of t etc. ഇന്റഗ്രേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ 0 to t അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളെ ഈ വെക്റ്റർ x1 x2 xn വരെ. ഇതാണ് നമ്മൾ റിസീവ്ഡ് വെക്റ്റർ. റിസീവ്ഡ് വെക്റ്റർ എന്ന് പറയുന്നത്. ഇനി റിസീവ്ഡ് ഏതൊക്കെ ചെയ്ത് ഇതൊരു റിസീവറാണ്. കോറിലേഷൻ റിസീവറിന്റെ പാർട്ട് 1 ആണ്. ഒരു പാർട്ട് ഇതാണ്. അതായത് ഇത് മൊത്തം ഒരു ഡിമോട്ടിലേക്കാണ്. ഈ റിസീവർ മൊത്തം ഒരു ഡിമോട്ടിലേക്കാണ്. ഫസ്റ്റ് സ്റ്റേജ് വെക്റ്റർ ഫോമിലേക്ക് മാറ്റി. ഇനി ഈ വെക്റ്റർ ഫോമിൽ എക്സിന് സെക്കൻഡ് പാർട്ട് ആണ്. ഈ വെക്റ്റർ ഫോമിൽ എക്സിന് നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞില്ലേ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നത്. നമ്മൾ പറയുന്നത് എക്സിൻ്റെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഒരു ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഇത് ഈ ഒരു ടേം ഉണ്ടോ? ഈ എക്സ് എന്ന് പറഞ്ഞ ഒബ്സർവേഷൻ വെക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആണ്. ആ ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത് എന്ത്? ഈ എക്സ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എസ് വൺ ഉള്ളത്. എക്സ് ഇൻറ്റു എക്സ് വൺ, എക്സ് വൺ ഇൻറ്റു എക്സ്, അതായത് എസ് വൺ ഇൻറ്റു എസ് വൺ. അങ്ങനെ ഇന്നർ പ്രൊഡക്റ്റാണ് ഈ വരയ്ക്കുന്നത്. സോ നെക്സ്റ്റ് എക്സെട്ര അപ് ടു എസ് ഓരോരുത്തർ നിൽക്കുന്നില്ല പാസ് ചെയ്യും. അക്യുമുലേറ്റഡ് ഔട്ട്പുട്ടിൻ്റെ അത് നമ്മൾ എന്തൊക്കെയാണ് മൈനസ് ചെയ്യണം? നേരത്തെ കണ്ടേ? ഇവിടെ കണ്ടോ? ഇന്ന പ്രൊഡക്റ്റിന് ഹാഫ് എനർജി ടേം സബ്ട്രാക്ട് ചെയ്യണം. ഹാഫ് എനർജി ടേം സബ്ട്രാക്ട് ചെയ്യും. സോ അതിന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? എനർജി ടേമിന് സബ്ട്രാക്ട് ചെയ്യണം. സമ്മേഷൻ പ്ലസ് ഹാഫ് E1 പ്ലസ് മൈനസ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇവിടേക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സെലക്ട് ലാർജസ്റ്റ് നോക്കി കൊടുക്കും. ഇതിൻ്റെ അതിന് ഏറ്റവും മാക്സിമം ഉണ്ടാക്കുന്നത് അല്ലേ? ഇതിനകത്ത് ഈ ടേമാണോ മാക്സിമം തരുന്നത്, ഈ ടേമാണോ മാക്സിമം തരുന്നത്, ഈ ടേമാണോ മാക്സിമം തരുന്നത്. കാരണം ഇവിടെ നമ്മൾ ഇത്രയും നേരത്തെ മുന്നേ പറഞ്ഞത് പൊളാരിറ്റി റിവേഴ്സിന് മുന്നേ പറഞ്ഞത് മിനിമം ആണെന്ന് പറയും അല്ലേ? ഇപ്പം നമ്മൾ പറയും പൊളാരിറ്റി ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി അല്ലേ? എന്ത് കിട്ടി? എക്സ് ഇക്വേഷൻ ഈ എന്നൊരു ഇക്വേഷൻ പൊളാരിറ്റി ചേഞ്ച് ചെയ്തിട്ടാണ്
സെക്കൻഡ് പാർട്ടിൽ വരച്ചിരിക്കുന്നത് എന്താ നമുക്ക് മനസ്സിലായോ? ഈ സെക്കൻഡ് ടേം പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻ കൂടെ പ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ ലാർജസ്റ്റ് വാല്യൂ ഇതിലാണ് ലാർജസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് വാല്യൂ ആണ് ലാർജസ്റ്റ് വരുന്നത്. സോ ഏതാണ് ലാർജസ്റ്റ് വരുന്നത് നമ്മൾ നോക്കുക. കാരണം മനസ്സിലായിരിക്കുന്നു. കാരണം നമ്മൾ ഇത്ര നേരം പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്ന പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നതിന് ഈ ഔട്ട്പുട്ട് വരുന്നത് ജെ തൊട്ട് 1 2-നാണ്, x1 വെക്കാനാണ്, x2 വെക്കാനാണ്, ഏത് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ നോക്കി ഈ സമയത്ത് ലാർജസ്റ്റ് കൂടെ പോയി കഴിഞ്ഞാൽ ലാർജസ്റ്റ് വാല്യൂ എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഡിസിഷനാണ് നമ്മൾ എസ്റ്റിമേറ്റ്. സോ ബേസിക്കലി നമ്മളിവിടെ ചെയ്തത് എന്താണ് കണ്ടുപിടിക്കുക ചെയ്തത് ഈ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഈ എസ് ടി എന്ന് പറഞ്ഞ സാധനം ഇംഗ്ലീഷ് പറഞ്ഞാൽ ഷുഡ് ഹാവ് നിയർ ടു ഒബ്സർവേഷൻ അത് തമ്മിലുള്ള ഡിഫറൻസ് കുറയുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്.